നീയൊക്കെ താലി. നിന്റെ ചേട്ടൻ എങ്ങനെയുണ്ട്? ആളോക്കെ അല്ലേ? അതെ ശ്രീ, കുഴപ്പമൊന്നുമില്ല. ചേട്ടന് കാലിന് ചെറിയൊരു ഒടിവുണ്ട്. ഒരു 1-2 മാസത്തെ റെസ്റ്റ് എന്തായാലും വേണ്ടിവരും. അതുകൊണ്ട് ഞങ്ങൾ ചേട്ടനെയും കൊണ്ട് നാളെ തന്നെ നാട്ടിലേക്ക് തിരിക്കും. ശോ, അപ്പൊ ഉടനെയൊന്നും ഈ ക്ലാസ്സിലേക്ക് വരില്ലേ? ശ്രീനന്ദ സങ്കടത്തോടെ പാർവതിയോട് ചോദിച്ചു. ഞാനിനി കോളേജിലേക്ക് വരാൻ എന്തായാലും 2-3 ദിവസം പിടിക്കും ശ്രീ. സാരല്ല, 3 ദിവസത്തെ കാര്യമല്ലേ. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ ആബ്സെന്റ് ആവില്ല കേട്ടോ. ആ ക്ലാസ്സിൽ താൻ മാത്രമാണ് ശ്രീനന്ദയ്ക്കൊരു ആശ്വാസമെന്ന് അറിയാവുന്നത് കൊണ്ട് പാർവതി അവളെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞു. സമയം ഏറെ കഴിഞ്ഞുപോയി. ഓരോന്നൊക്കെ പറഞ്ഞ് അവരുടെ കോൾ അങ്ങനെ നീണ്ടുപോയി. കോൾ കട്ട് ചെയ്ത് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനന്ദ. സമയം ഏകദേശം 8:30 അടുത്തതുകൊണ്ട് രാത്രിയിലേക്കുള്ള ഭക്ഷണങ്ങളെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെക്കുകയാണ് ഇന്ദിര. ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് ഫോൺ ചാർജിനിട്ടിട്ട് ആഹാരം കഴിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുകളിലെ റൂമിലേക്ക് പോകുകയാണ് അഥർവ്. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഇന്ദിരയുടെ വിളി അവനെ തേടിയെത്തിയത്. അഥർ, നീ മുകളിലേക്കല്ലേ പോകുന്നത്? തിരികെ വരുമ്പോൾ ശ്രീനന്ദയെ കൂടി വിളിക്ക്, ഭക്ഷണം കഴിക്കാൻ. അവർക്ക് മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവൻ പടികൾ ഒന്നൊന്നായി മുകളിലേക്ക് കയറി. ഫോൺ ചാർജിനിട്ട് അവൻ നേരെ ശ്രീനന്ദയുടെ സ്റ്റഡി റൂം ലക്ഷ്യമാക്കി നടന്നു. 2-3 വിളി റൂമിന് പുറത്തുനിന്ന് വിളിച്ചിട്ടും അവളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ടാണ് അവൻ അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ മുറിയിലേക്ക് കയറിയത്. അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ബുക്കും തുറന്നു വെച്ച് ഫോണിലേക്ക് മിഴിനട്ടിരിക്കുന്ന ശ്രീനന്ദയാണ്. ശ്രദ്ധ മുഴുവനും ഫോണിലായതുകൊണ്ട് തന്നെ തൊട്ടരികിൽ അഥർവ് വന്നതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല. ശ്രീനന്ദയെന്ന് അഥർ വലറും പോലെ വിളിച്ചപ്പോ ഒരു ഞെട്ടലോടെ ചാടിപ്പിടിഞ്ഞെഴുന്നേറ്റവൾ. അത് ശരി, താൻ ഇവിടെ ഇരുന്ന് ഫോൺ കാണുമായിരുന്നോ? അഥർവ് ചോദിച്ചതും ശ്രീനന്ദ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ മുഖം താഴ്ത്തി നിന്നു. തനിക്ക് പഠിക്കാനൊന്നുമില്ലേ? അവൻ വീണ്ടും ചോദിച്ചതും ഉണ്ടെന്ന് അവൾ തലകുലുക്കി. എന്നിട്ട് പഠിക്കാതെ ഫോൺ കണ്ടുകൊണ്ടിരുന്നാ മതിയോ? തനിക്ക് എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡേറ്റ് കിട്ടിയില്ലെന്ന് അവൾ പതിയെ ചുണ്ടു ചലിപ്പിച്ചു. ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ സാരമില്ല. തനിക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യാനുള്ളതെന്ന് അറിയില്ലേ? ഏ, എന്താ? നേരിയ ഭയത്തോടെ ശ്രീനന്ദ അഥർവിനോട് ചോദിച്ചു. താൻ എന്താ ഇവിടെ സ്വപ്നം കണ്ടിരിക്കുവാണോ? പഠിക്കാനെന്ന് പറഞ്ഞില്ലേ താൻ ഇവിടേക്ക് വന്നത്? ആ, അതെ. എന്നിട്ട് ഞാൻ വന്നപ്പോ താൻ ഇവിടെ ഫോൺ നോക്കിയിരിക്കുന്നതാണല്ലോ കണ്ടത്. അത് ഞാൻ... ശ്രീനന്ദ തിരിച്ചൊന്നും പറയാനാവാതെ വിക്കിക്കൊണ്ട് നിന്നു. ദേ, 100 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വിക്കരുതെന്ന്. എന്നെ കണ്ടാൽ അപ്പൊ തുടങ്ങും വിക്കലും വിറയലും. ഞാനെന്താ നിന്നെ എന്തെങ്കിലും ചെയ്തോ? പിന്നെന്താണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഇല്ല, കംപ്ലീറ്റ് ആയില്ല. ഇനി എപ്പോഴാണ് എല്ലാം പഠിക്കുന്നത്? ഞാൻ പഠിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോ വെറുതെ എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു. ഫുഡ് കഴിക്കാൻ അമ്മ പറഞ്ഞു വിട്ടതാണ്. താൻ പഠിക്കുവാണെന്നാണ് ഞാൻ കരുതിയത്. വെറുതെ ഫോൺ നോക്കിയിരുന്നാ പറ്റില്ല. 4 അക്ഷരം പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം. ആര്യൻകുട്ടനെ പറഞ്ഞ് പഠിപ്പിക്കും പോലെ ഇയാളോട് ഇതൊക്കെ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? താനത്ര കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. അവൻ വഴക്കു പറഞ്ഞതും അവൾ ഒരക്ഷരം പോലും ഉരിയാടാതെ തല കുമ്പിട്ട് നിന്നു. ഭക്ഷണം കഴിച്ചിട്ട് വന്നിരുന്ന് പഠിക്കാൻ നോക്ക്. അവൾ മൂളി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തല കുനിച്ച് നിന്നാ മതിയല്ലോ അല്ലേ? അവൻ ചോദിച്ചതും ശ്രീനന്ദ മെല്ലെ മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ഗൗരവത്തിൽ നിൽക്കുകയാണ് അഥർവ്. സോറി, ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല, അവൾ പതിയെ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിച്ചെല്ല്. അതോ ഇനി ഞാൻ എടുത്തോണ്ട് പോണോ? അവൻ പെട്ടെന്ന് ചോദിച്ചതും അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വെളിയിൽ വന്ന ശേഷമാണ് അവൾ ശ്വാസമൊന്നും ആഞ്ഞെടുത്തതുപോലും. ഓ, തനി വെട്ടുപോത്തിന്റെ സ്വഭാവമാണ്. എന്റെ മഹാദേവ, ഈ മനുഷ്യന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഞാൻ എങ്ങനെ കഴിയുമോ? വെട്ടിക്കേറി തിന്നാൻ വരുവാണ്. ഇനിയെങ്കിലും ഇത്തിരി ബാക്കി വെക്കണേ, എന്റെ അമ്മാവനൊന്ന് കാണാനെങ്കിലും. നെഞ്ചിൽ കൈ അമർത്തിക്കൊണ്ടവൾ പറഞ്ഞു കഴിഞ്ഞതും വാതിൽക്ക് വന്നു നിൽക്കുന്ന അഥർവിനെയായിരുന്നു അവൾ കണ്ടത്. എന്താടോ, താൻ എന്താണിപ്പോ പറഞ്ഞത്? അഥർവ് ചോദിച്ചതും ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്റ്റെപ്പിറങ്ങി താഴേക്കോടി. സൂക്ഷിച്ചു പോണേ, ഇനി കമിഴ്ന്നു വീഴരുത്, അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു.
അവളുടെ ഓട്ടവും പാച്ചിലും ഒക്കെ കണ്ടുകൊണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെ അഥർവും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴമൊക്കെ കഴിച്ചത്. അഥർവാണെങ്കിൽ ഏറെ നേരവും സൈലന്റ് ആണ്. അതാണ് അവന്റെ നേച്ചറെന്ന് ശ്രീനന്ദയ്ക്ക് മനസ്സിലായി. ആര്യൻകുട്ടനും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ശ്രീനന്ദ വന്ന ശേഷം ആര്യൻകുട്ടൻ അവളോടൊപ്പം കളിക്കാനും വെളിയിലൂടി ഇറങ്ങി നടക്കുവാനും തുടങ്ങി. ആര്യൻകുട്ടന്റെ അടിമുടിയുള്ള ഈ മാറ്റം അഥർവും ശ്രദ്ധിച്ചിരുന്നു. ഒരു ചപ്പാത്തിയുടെ പകുതി കഴിച്ച ശേഷം ആര്യൻകുട്ടൻ മതിയെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ ശ്രീനന്ദ അവനെ കൊണ്ട് ഇത് മുഴുവനും കഴിപ്പിച്ചു. ഇത് ഫുള്ള് കഴിച്ചാൽ ആന്റി മോനൊരു സർപ്രൈസ് തരാം, അവൾ മെല്ലെ പറഞ്ഞു. എന്ത് സർപ്രൈസ്? കുഞ്ഞിന്റെ മിഴികൾ വിടർന്നു. അതൊക്കെയുണ്ട്. സർപ്രൈസ് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എപ്പോഴാ സർപ്രൈസ് തരുന്നേ? ആന്റി നാളെ കോളേജിൽ നിന്ന് വരുമ്പോ. പ്രോമിസ്? പ്രോമിസ്. അവൾ അവന്റെ കുഞ്ഞു കൈയിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ചു. ആര്യൻകുട്ടൻ അങ്ങനെ ആ ചപ്പാത്തി മുഴുവനും കഴിച്ചു. മാധവനും ഇന്ദിരയും ഇതൊക്കെ കണ്ട് ചെറിയ പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. അഥർവ് മാത്രം ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിലാണ് ഇരിപ്പ്. ഭക്ഷണം കഴിച്ച ശേഷം ശ്രീനന്ദ പ്ലേറ്റുകളൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് പോയി. ശ്രീനന്ദയും ഭവാനിയമ്മയും ചേർന്നാണ് അടുക്കളയ്ക്ക് ഒതുക്കി വൃത്തിയാക്കിയത്. എല്ലാം കഴിഞ്ഞിട്ട് അടുക്കള തുടച്ചുകൂടി ഇട്ടിട്ടാണ് ശ്രീനന്ദ മുകളിലേക്ക് കയറി വന്നത്. സമയപ്പോൾ 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൾ നോക്കിയപ്പോ അഥർവ് ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി നേരം ശ്രീനന്ദ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. അഥർവ് ഫോൺ വെച്ചതും ആര്യൻകുട്ടൻ റൂമിലേക്ക് ഓടിക്കയറി വന്നു. ആര്യൻ, മതി കളിച്ചത്, വന്ന് കിടക്കാൻ നോക്ക്, നാളെ സ്കൂളിൽ പോവണ്ടേ? അഥർവ് ചോദിച്ചതും ഞാൻ അച്ചമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടവൻ തന്റെ ഒരു ടോയ് എടുത്ത് കയ്യിൽ പിടിച്ചു. പെട്ടെന്ന് അവനത് പറഞ്ഞതും ശ്രീനന്ദൻ ഞെട്ടലോടെ അഥർവിനെ ഒന്ന് പാളി നോക്കി. ആര്യമോൻ ഇവിടെ കിടന്നാ മതി. ഇന്നലെയും മോൻ അച്ചമ്മയുടെ കൂടെയല്ലേ കിടന്നത്? അച്ചമ്മ എനിക്ക് നല്ല സ്റ്റോറിയൊക്കെ പറഞ്ഞു തരൂച്ച. എനിക്ക് അച്ചമ്മയുടെ അച്ഛൻ്റെയും കൂടെ കിടക്കുന്ന ഇഷ്ടം. അച്ഛനും ആന്റിയും കൂടി ഇവിടെ കിടന്നു. ആരി, പറയുന്ന കേൾക്ക്, ബെഡിൽ കയറി കിടക്കാൻ നോക്ക്. അഥർവ് ചെറുതായി ഒന്ന് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് താഴെ നിന്നും ഇന്ദിര ആര്യൻകുട്ട എന്ന് ഉറക്കെ വിളിച്ചത്. അത് കേൾക്കേണ്ട താമസം അവൻ ഇറങ്ങി ഓടുകയും ചെയ്തു. അഥർവ് നോക്കിയപ്പോൾ കൈവിരലുകൾ കൂട്ടിയും പിടിച്ചും നിൽക്കുവാണ് ശ്രീനന്ദ. തനിക്ക് പഠിക്കാനുണ്ടോ അതോ കിടക്കാൻ പോവാണോ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ കിടക്കാൻ അല്ല, പഠിക്കാൻ പോവാണ്. അവന്റെ മുഖത്തേക്ക് നോക്കാതെ ശ്രീനന്ദ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അധികമൊന്നും പഠിക്കാനില്ല, എന്നാലും ഇത്രയും നേരത്തെ എങ്ങനെയാണ് കയറി കിടക്കുന്നത് എന്നോർത്തുകൊണ്ടാണ് അവൾ ആ മുറിയിൽ തന്നെ ഇരുന്നത്. ഒരു മണിക്കൂർ നേരം ശ്രീനന്ദ എന്തൊക്കെയോ വായിച്ചു പഠിച്ചിരുന്നു. പിന്നീട് അവൾക്ക് ഉറക്കം വന്നപ്പോഴേക്കും ടേബിളിലേക്ക് കവിൾ ചേർത്ത് വെച്ച് അവൾ മെല്ലെ ഉറങ്ങാൻ തുടങ്ങി. ഒരു 11 മണിവരെ അവൾ പഠിച്ചിട്ട് വരുന്നതുവരെ അഥർവ് മുറിയിലിരുന്നെങ്കിലും ശ്രീനന്ദയെ കാണാതായപ്പോൾ അവൻ റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. ചാരിയിട്ടിരുന്ന ശ്രീനന്ദയുടെ വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറി വന്നപ്പോഴാണ് കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്ന ശ്രീനന്ദയെ കാണുന്നത്. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. ശ്രീനന്ദ. അഥർവ് വിളിച്ചെങ്കിലും അവൾ അതൊന്നും അറിഞ്ഞിരുന്നില്ല. 2 തവണ അവൻ അവളുടെ തോളി തട്ടി വിളിച്ചു. ഡോ, എഴുന്നേക്ക്, വന്ന് കിടക്കാൻ നോക്ക്. എവിടുന്ന്? അവൾ അതൊന്നും അറിഞ്ഞതുപോലുമില്ല. ഒന്ന് ചിനുങ്ങിക്കൊണ്ടവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. ഉടുത്തിരുന്ന മുണ്ട് ഒന്ന് മടക്കി കുത്തിക്കൊണ്ട് അഥർവ് അവളെ തന്റെ കൈകളിലേക്ക് കോരിയെടുത്തത് ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. ആ റൂമിലേക്ക് എത്തും മുന്നെയാണ് നന്ദ കണ്ണു തുറന്നത്. താൻ അഥർവിന്റെ കൈകളിലാണെന്ന് മനസ്സിലാക്കിയതും അവൾ ഊർന്ന് താഴേക്ക് ഇറങ്ങാനായി കുതറി. അടങ്ങിയിരിക്കുന്നെന്താ, എങ്ങോട്ടാ താൻ ഈ ചാടുന്നത്? അവൻ ഗൗരവത്തിൽ പറഞ്ഞതും ശ്രീനന്ദ അത് കേൾക്കാൻ പോലും നിൽക്കാണ്ട് തറയിലേക്ക് നിന്ന് കഴിഞ്ഞിരുന്നു. എന്നെ വിളിച്ചാ പോരായിരുന്നു, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. മോശം, ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. പെട്ടെന്ന് നാവിൽ വന്നത് അതുപോലെ തന്നെ ശ്രീനന്ദ അവന്റെ മുഖത്തേക്ക് നോക്കിയങ്ങ് പറഞ്ഞു. അഥർവാണെങ്കിൽ തനിക്ക് അബദ്ധം പിടിഞ്ഞതുപോലെ അവളെ നോക്കി നിൽക്കുകയാണ്. എന്നെ വിളിച്ചാ പോരായിരുന്നോ? ഞാൻ എണീറ്റ് വന്നേനല്ലോ. എന്തിനാ എന്നെ എടുത്തത്? എന്റെ ദേഹത്ത് മറ്റാരും തൊടുന്നത് എനിക്കിഷ്ടമല്ല. അവൾ പിന്നെ എന്തൊക്കെയോ പുലമ്പി. പാതിയും ഉറക്കപ്പിച്ചിലായിരുന്നു എന്നത് മറ്റൊരു സത്യം. എന്നാൽ അഥർവിന് താൻ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നിപ്പോയി. ഡി, ഒരലർച്ചയോടെ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. നിന്നെ ഞാൻ 6-7 വട്ടം വിളിച്ചു. നീ എണീറ്റ് വരുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാണ്.
എടുത്തതത്ര തെറ്റായിപ്പോയെങ്കിൽ നിന്നെ എടുത്തെടുത്ത് തന്നെ അങ്ങ് കൊണ്ടുവച്ചേക്കാം. അവനത് പറയുമ്പോൾ ദേഷ്യമായിരുന്നു ആ മുഖത്ത്. 10 മണി കഴിയുമ്പോഴേക്കും നീ പഠിത്തം കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ എത്തിയിരിക്കണം. അതിനു മുന്നേ മതി നിന്റെ പഠിത്തം എഴുത്തും ഒക്കെ. എനിക്കിവിടെ കിടക്കണം. ഞാൻ കാലത്തെണീറ്റ് ജോലിക്ക് പോകുന്നതാണ്. ശ്രീനന്ദയെ വഴക്ക് പറഞ്ഞുകൊണ്ട് അതർവായിരുന്നു ആദ്യം ബെഡിലേക്ക് കയറി കിടന്നത്. ശോ, താൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി. കഷ്ടായി പോയല്ലോ. ആള് പിണങ്ങിയും തോന്നൂ. ശ്രീനന്ദ ഇത്തിരി നേരം അവനെ നോക്കി നിന്നു. എന്റെ മഹാദേവ, ഏത് നേരത്താണോ എനിക്കിങ്ങനെ പറയാൻ തോന്നിയത്? നെറുകയിൽ കൈവച്ചുകൊണ്ട് അവളും ചുവരിലേക്ക് ചേർന്ന് കിടന്നു. കുറച്ചു നേരം ആ കിടപ്പ് കിടന്ന ശേഷം അവൾ പതിയെ ഒന്ന് മുഖം ചിരിച്ച് അതർവിനെ നോക്കി. കണ്ണുകൾ അടച്ച് ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയാണവൻ. ശ്രീനന്ദയ്ക്കാണെങ്കിൽ ആകെ കൂടി നെഞ്ചൊക്കെ വിങ്ങി പൊട്ടുന്ന ഒരവസ്ഥ. താനാളുടെ ഭാര്യയല്ലേ, അപ്പൊ പിന്നെ ഒന്ന് എടുത്തെന്ന് കരുതി എന്താണ് ഇത്ര കുറ്റം? ദേഹത്ത് തൊട്ടെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. പിന്നെ എന്തിനാണ് തനിക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയേ? ചേ, പാവത്തിന് സങ്കടായും തോന്നൂ. ശ്രീനന്ദ അവൻ അരികിലേക്ക് നീങ്ങിക്കിടന്നു. ഇത്തിരി നേരം അവൾ അങ്ങനെ കിടന്നുകൊണ്ട് അവനെ നോക്കി. ചെരിഞ്ഞു കിടന്നവൻ നേരെ കിടന്നു. കണ്ണുകൾ അടച്ചുറങ്ങുകയാണ്. തന്റെ ഇടത് കൈ ബെഡിലേക്ക് കുത്തിക്കൊണ്ട് അവൾ ഒന്ന് മുഖമുയർത്തി. സോറി, ഞാൻ പെട്ടെന്നങ്ങനെ പറഞ്ഞുപോയതാ. എന്റെ ദേഹത്ത് തൊട്ടെന്ന് കരുതിയോ എന്നെ എടുത്തെന്ന് കരുതിയോ എനിക്ക് ദേഷ്യമൊന്നുമില്ലെന്നേ. ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാ അതിർവേട്ടം വന്ന് എന്നെ എടുത്തത്. പെട്ടെന്നായതുകൊണ്ട് ഞാൻ പേടിച്ചുപോയി. അങ്ങനെ പറഞ്ഞു പോയതാ. വിഷമിപ്പിച്ചെങ്കിൽ റിയലി സോറി. തന്റെ വലം കൈയുടെ ചൂണ്ടുവിരൽ അവന്റെ നെഞ്ചിൽ ചെറുതായി ഒന്ന് തൊട്ടുകൊണ്ട് പതിയെ പിറുകിറുക്കുകയാണവൾ. കിടന്നുറങ്ങാൻ നോക്ക് ശ്രീനന്ദ. നാളെ തനിക്ക് കോളേജിൽ പോകേണ്ടതല്ലേ? അതിർവ് പറയുന്ന കേട്ടതും ഇടം കൈ കുത്തി നിന്നവൾ അറിയാതെ മുന്നോട്ടാഞ്ഞ് അവന്റെ നെഞ്ചിലേക്കാണ് വീണു പോയത്. മുക്കുയർത്തി നോക്കിയതും ഒരു വേള ഇരുമിഴികളും തമ്മിൽ ഒന്ന് കോർത്തു വലിച്ചു. അവൾ അവന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ അവൻ പെട്ടെന്ന് തിരിഞ്ഞു വന്നപ്പോ താടി രോമങ്ങളും കവളും അവളുടെ അധരങ്ങളിലൂടെ ഉരസി മാറി. അല്പനേരം ഇവ ചിമ്മാൻ പോലും മറന്നതുപോലെ ഇരുവരും അതേ കിടപ്പ് കിടന്നുപോയി. അതിർവ് തന്നെ നോക്കുന്നത് കണ്ടതും അവന്റെ നോട്ടം നേരിടാനാവാതെ ശ്രീനന്ദ മിഴികൾ ഇറുക്കി അടച്ചുകൊണ്ട് നിരങ്ങി നീങ്ങി അവൾ കിടക്കുന്നിടത്തേക്ക് ചെന്നു. സമയം വെളുപ്പിന് 1 മണി കഴിഞ്ഞു. തനിക്ക് നാളെ കോളേജിൽ പോകണ്ടേടോ? അവൻ ചോദിച്ചതും നന്ദ അകന്നു മാറിക്കൊണ്ട് ചുവരിൽ ചേർന്ന് കിടന്നു. നന്ദ, അവൻ വീണ്ടും വിളിച്ചതും പുതുപ്പെടുത്ത തലവഴി മൂടിക്കിടന്നു പെണ്ണുരുത്തി. തുടരും. രണ്ടുപേരും കൊള്ളാല്ലേ? കഥ വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.